നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന രണ്ടാമത്തെ ട്രെയിനായ തിരുവനന്തപുരത്ത് നിന്നും ആസാമിലെ സിൽച്ചാറിലേക്ക് പോകുന്ന അരുണോ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അതുപോലെ തന്നെ ഈ ട്രെയിനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം കൂടിയാണ് ഇന്ന്. നമ്മളിപ്പോൾ ഒഡീഷ സംസ്ഥാനത്തെത്തി. അതായത് ഒഡീഷന്റെ ക്യാപിറ്റലായ ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം ഒരു 42 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ വണ്ടി സിഗ്നലിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ജാജ്പൂർ കെ റോഡ് വന്ന സ്ഥലത്താണ്. അവിടത്തേക്ക് ഒരു 55 കിലോമീറ്റർ ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. കപിലാസ് റോഡ് റെയിൽവേ സ്റ്റേഷൻ. തൊട്ട് മുകളിൽ കാണുന്നത് ഒഡിയ ഭാഷയാണ്, പിന്നെ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. 6:45 ഇപ്പം. തിരുവനന്തപുരത്ത് നിന്നും സിൽച്ചാർ വരെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സെക്കൻഡ് AC ആണ്, A2. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറൊക്കെ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചാറിലേക്ക് പോകുമ്പം 125-07, തിരിച്ചു വരുമ്പം 125-0 കേട്ടോ. അതുപോലെ ഇത് റേക്ക് ഷെയറിംഗ് ആയിട്ടുള്ളത് സിൽച്ചാർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ടാണ്. സിൽച്ചാർ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് SCL എന്നാണ്. അതുപോലെ തന്നെ ഇന്നലെ ഒന്നാമത്തെ പാട്ട് വൈൻഡപ്പ് ചെയ്ത് വിശാഖപട്ടണമാണ്. ആ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓൺ ടൈം ആയിട്ടാണ് വണ്ടി വന്നതാണ്. രാത്രിക്ക് പല സ്ഥലങ്ങളിൽ നിർത്തി ഇപ്പോൾ വണ്ടി 1.5 മണിക്കൂറാണ് ഡിലേ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള ട്രെയിനാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് എടുക്കും ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതുവഴി ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഗുഡ്സ് കാരണം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അത് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ക്ലിയർ കിട്ടിയതിന് ശേഷമാണ് ഇതാ നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്തത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് എന്തായാലും നല്ല ഡിലേ ആയിട്ട് വരും. നമ്മളെന്തായാലും സിൽച്ചാറിലെത്തുമ്പോൾ എത്ര മണിക്കൂർ ഡിലേ ആണെന്ന് നമുക്ക് നോക്കാം. സൂര്യോദയം, നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്കിനി കോച്ചിലോട്ട് കയറാം. നമ്മുടെ ബെർത്ത് ഇവിടെ തന്നെയാണ്, സൈഡ് അപ്പറും സൈഡ് ലോവറും. അപ്പോൾ ഈ 2 ബെർത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതെ, പിന്നെ ഈ സെക്കൻഡ് AC-ൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും ശല്യം ഉണ്ടാവില്ലല്ലോ അല്ലേ. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായാലും കിടക്കാനായാലും നല്ല രീതിയിൽ, കാരണം ആൾക്കാർ പോകുമ്പോൾ തട്ടുന്നുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് AC വന്നാൽ സ്ലീപ്പറിനൊക്കെ നടുക്കാന്നിട്ട്, അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തന്നെയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചർ വരെ നമുക്ക് സെക്കൻഡ് AC-ക്ക് ഒരാൾക്ക് വന്ന് ചാർജ് തന്നാൽ 4280 രൂപയാണ്. ഒഡീഷയിലെ കൃഷിപ്പാടങ്ങൾ, സൂര്യോദയം. ഈ മുന്നിൽ കാണുന്നത് പനയാണ്. രാവിലെ ഉറങ്ങിയതിനേക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയല്ലോ, തണുപ്പ് കുറഞ്ഞു വരികയാണ്. 7:45 ട്രെയിൻ ഇപ്പോൾ ഒഡീഷയിലെ ജാജ്പൂർ കിയോൻചാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ട്രെയിന് 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ കാണണ്ടേ, ഇവിടെയൊക്കെ മരങ്ങളാണ്. ട്രെയിനിൻ്റെ മോർണിംഗ് സ്പീഡാണ് 110. അപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്താനായി. ട്രെയിൻ ഇപ്പോൾ ഭദ്രക എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ഔട്ടറിൽ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വണ്ടി എടുത്ത് സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ കൂടി ഉണ്ട്. മുഴുവനും പച്ചപ്പ് തന്നെയാണ്. 8:20 ഭദ്രക റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഡീഷയിൽ ഈ ട്രെയിനിൽ ഇനി ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. പെന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ 1ാമത്തെ പാർട്ടിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പൂരിയും പിന്നെ ഒരു കറിയുമാണ്. 1, 2, 3, 4, പിന്നെ ഒരു മസാല കറിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ കഴിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ ബഹാനഗ ബസാർ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടം നടന്നത്. 2023 ജൂൺ 2 കൊൽക്കത്തയിലെ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന കൊറമാണ്ടൽ എക്സ്പ്രസ്സും ബാംഗ്ലൂരിൽ നിന്ന് ഹൗറയിലേക്ക് പോകുന്ന എക്സ്പ്രസ്സും തമ്മിലുള്ള അപകടം. 300ഓളം ആൾക്കാരാണ് ഇവിടെ മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ പോകുന്ന സ്പീഡ് 130 ആണ്.
ഒഡീഷയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ബലേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ബലേശ്വർ റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിലെ ഖടഗ്പൂരിലാണ് സ്റ്റോപ്പ്. ഈ സ്റ്റേഷൻ്റെ പേര് മുന്നേ ഉണ്ടായിരുന്നത് ബലാസോർ എന്നാണ്. പിന്നീടാണ് ഇത് റീനെയിം ചെയ്തത്. ഈ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഇതുവഴി പോവുകയാണ്. ടൗണിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇതുവഴിയാണ്. ഒരു റോഡും ഉണ്ട് അതുവഴി. ട്രെയിൻ ഇപ്പോൾ ലക്ഷംനാഥ് റോഡ് എന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇത് ഒഡീഷയിലത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബംഗാളാവും. അതായത് ഇവിടെ നമ്മുടെ ട്രെയിനിൽ സ്റ്റോപ്പൊന്നുമില്ല, ഒരു ക്രോസിങ്ങിനാണ്. ഒരു ശതാബ്ദി എക്സ്പ്രസ് നമ്മളെ ട്രെയിൻ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യും. ഇതിവിടെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളത്. അവിടുന്ന് ഓവർടേക്ക് ഒന്നും ഉണ്ടായില്ല, കാരണം അതിന് മുന്നേ തന്നെ നമ്മളെ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇനിയിപ്പോൾ 60 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഖടഗ്പൂരിലേക്ക്. അതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് ചെയ്യുമോ അറിയില്ല. 5 കിലോമീറ്റർ തൊട്ട് പുറകിലെ വണ്ടി ഉണ്ടായതാണ്. കാരണം ഈ ട്രെയിനെക്കാട്ടിയും പ്രയോറിറ്റി ഉള്ളത് ശതാബ്ദിക്ക് തന്നെയാണല്ലോ. നമുക്ക് നോക്കാം ഓവർടേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ. വെസ്റ്റ് ബംഗാളിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഖടഗ്പൂരിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഖടഗ്പൂര് വിഴുപുറം എക്സ്പ്രസ്. 11:23 സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖടഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വന്നിട്ടുള്ളത്. ഇവിടെ 8 മിനിറ്റ് ആണ് സ്റ്റോപ്പ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇവിടെ തന്നെ പുറത്തുതന്നെ ഒരുപാട് ഫുഡുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലത്തെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു സ്റ്റേഷന്. നേരെ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. സ്റ്റേഷൻ്റെ മെയിൻ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ആകെ 12 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഖടഗ്പൂർ എന്നത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെ ആയിരുന്നുണ്ട്. പിന്നീട് എന്താ പറയുക, അതൊക്കെ മാറി. ഇപ്പം നിലവിൽ ഒന്നാമത്തത് വരുന്നത് ലോകത്തിലേതാണ് കേട്ടോ, നമ്മുടെ രാജ്യത്ത് തന്നെയാണ് വരുന്നത്. ഒന്നാമത് വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. 1505 മീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. രണ്ടാമത് വരുന്നത് UP-യിലത്തെ ഗോരഖ്പൂർ 1366 മീറ്ററാണ് അത് വരുന്നത്. പിന്നെ മൂന്നാമത് വരുന്നത് നമ്മുടെ കേരളത്തിലെ കൊല്ലം 1180 മീറ്ററാണ് അവിടെ വരുന്നത്. നാലാമതാണ് ഖടഗ്പൂർ വരുന്നത് 1072 മീറ്റർ. അപ്പോൾ ഈ 4 കണക്ക് പ്രകാരം നമ്മുടെ എന്താ പറയുക ലോകത്തിൻ്റെ വരുന്നത് വരുമ്പം നമ്മുടെ രാജ്യത്ത് തന്നെയാണ് വരുന്നത്. കണക്കെടുത്ത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടാൽ നല്ല രീതിയിലാണ് കമൻറ്റ് വരുന്നത്. നമ്മൾ ഹുബ്ബള്ളിയിൽ പോയിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കണക്ക് പ്രകാരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതടക്കം ചെയ്ത സമയത്ത് അതിൽ വരുന്ന കമൻറ്റ് എന്താ പറയുക, എടാ മണ്ടന്മാരെ, എടാ പൊട്ടന്മാരെ, ഹുബ്ബള്ളിയൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത്. അത് ഖടഗ്പൂരാണ്. ഖടഗ്പൂർ എന്നല്ല പറഞ്ഞത്, ഖർഗപൂരാണ്. ഇന്നലെ കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതറിയാതെ നമ്മുടെ തെറി വിളിക്കുന്നുണ്ട്. വിളിച്ചോട്ട് തെറി എന്തെങ്കിലും അല്ല, ഇത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കമന്റ് എന്തെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ തെറിയൊക്കെ ഇട്ട് എന്തിനാണ് അങ്ങനെ ഇടുന്നത്? അതെ, വിളിക്കുന്നത് മണ്ടന്മാരെ പൊട്ടന്മാരെ. ഇതിപ്പോൾ ഹുബ്ബള്ളി റെയിൽവേ പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് ഞാൻ ഇവനാണെന്ന രീതിയിലാണ് കമന്റ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ നോക്കാം. വരുന്നത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ 4ാമത്തെ പ്ലാറ്റ്ഫോം. ഖടഗ്പൂരിൽ നിന്ന് അങ്ങനെ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പുരി ഹൗഡ ശതാബ്ദി വരും.
ട്രെയിൻ ഇപ്പം മച്ചേഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പുരി ഹൗഡ ശതാബ്ദി. ഇവിടെ നിന്ന് ഇതാ സിൽച്ചർ അർണോയ് എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ട്രെയിൻ ഇപ്പോൾ അന്തുൾ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് സാന്ത്രകച്ചി റെയിൽവേ സ്റ്റേഷനില്ലേ അവിടത്തേക്ക് 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതാ നമുക്ക് ഈ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൊൽക്കത്ത നഗരത്തിന്റെ ഭാഗത്തേ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് കൊൽക്കത്ത ഹൗറയ്ക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ്. ഹൗറയിലേക്ക് വിടുന്ന 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല കേട്ടോ, സ്റ്റോപ്പില്ല. താഴെ ഭാഗത്ത് മുഴുവനും വീടുകളാണ്. ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് താമസിക്കുന്ന അവരുടെ വീടൊക്കെ കണ്ടതാ. ഇങ്ങനെ നമ്മളെ കുറേ ഭാഗങ്ങള് ഇന്ത്യൻ്റെ പല ഭാഗത്തേക്കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണും. നമ്മളിപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, പിന്നെ ന്യൂഡൽഹി, അങ്ങനെ പല ഭാഗത്തേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രാക്കിനോട് ചേർന്ന് താമസിക്കുന്നവരുടെ വീടൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ വീടുകൾ തന്നെയാണ്. ഈ ഭാഗത്തല്ല ഇതുപോലല്ലേ ചെറിയ ചെറിയ ലേക്കുകളുണ്ട്. ആ ലേക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. വളവുകളാണ് കൂടുതലും. അങ്ങ് അതിലൂടെ തന്നെ റോഡും പോകുന്നുണ്ട്. ഇപ്പൊ ലോക്കോമോട്ടീവ് കാണാം അങ്ങ് ദൂരത്തായി. ദാങ്കുനി സ്റ്റേഷനിലെത്തിയ ഇതാ ഒരു ട്രെയിൻ വരുന്നതാ. ഹൈ സ്പീഡ് സ്കിപ്പിങ്. ഇപ്പോൾ ദാങ്കുനിയിൽ 2 മണിക്കൂർ 45 മിനിറ്റ് ഡിലേ ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ എത്തിയത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. ദാങ്കുനിയിൽ ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് നിങ്ങൾ ഈ അർണോയ് എക്സ്പ്രസ്സിൽ വരികയാണെങ്കിൽ ദാങ്കുനിയിലാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് ഹൗറയിലേക്ക് 14 കിലോമീറ്റർ ആണ്. ഹൗറയിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടുന്ന് സിയാൽദയിലേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. ദാങ്കുനി സിയാൽദ ലോക്കൽ അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ ബംഗാളി ടീംസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് ട്രെയിനിൽ കയറുന്ന ആ ഒരു തിരക്കിൽ എന്തൊക്കെയോ വിളിച്ച് കൂടുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്, പഴങ്ങള്, പിന്നെ ബന്ന്, കേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ വാങ്ങിച്ചിട്ട് തന്നെയാണ് കയറിയത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. നേന്ത്രപ്പഴമുണ്ട്, അതുപോലെ തന്നെ ബന്നുണ്ട്, ഇവിടെ കടലമിഠായി ഉണ്ട്, പിസ്ത ഉണ്ട്, നമ്മുടെ നട്ട്സ്. അതായത് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? പറ. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു 3 എടുത്തു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക വിശപ്പ് മാറും. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ
ഒന്നും വാങ്ങിയിട്ടില്ല. ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വാങ്ങിച്ചവരൊക്കെ കണ്ടാണ്. വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആവാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ഇതിപ്പോ ചെറുതേ ഉള്ളൂ, ഇത് ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ചത്. ഇതിന്റെ വലിയ പാക്കറ്റ് ഉണ്ടാവും, 400-500 രൂപ ഉണ്ടാവും. അപ്പൊ ഇവര് വലിയ സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗത്ത് അതിന്റെ അകത്തുണ്ടാവുക മോശം സാധനമാണ്. അപ്പൊ ഈ നമ്മളെ സാധനം പുറത്തേക്കാണല്ലോ, ആ ഭാഗത്ത് മാത്രം നല്ല പ്രൊഡക്റ്റ് വെക്കും. ഞങ്ങളിത് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയിട്ട് തന്നെ ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2 പഴം ഇതൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കാം. രാത്രിക്ക് ഭക്ഷണം എന്തായാലും ഓർഡർ ചെയ്യാം അല്ലേ? രാത്രിക്ക് മാൾഡ എന്ന് കുറച്ച് വലിയ സ്റ്റേഷൻ വരുന്നത്. ഇതിന് ഡിലേ ആവോ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്താൽ പോരെ? മാൾഡ അത് ഞാൻ പറയേണ്ടി വരുന്നത്, മാൾഡ 5 ഒരു കാലൊക്കെ ആകുമ്പോഴത്തേണ്ടാണ്. ഇപ്പൊ തന്നെ 2.25 മണിക്കൂർ വണ്ടി വലിയ സ്പീഡ് ഉണ്ട്. കാണുന്ന സ്ഥലത്തെല്ലാം നിർത്തി. പക്ഷെ ഇപ്പൊ ഇവിടെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. കാണുന്ന സ്ഥലത്തെല്ലാം നിർത്തി പോകുന്നതുകൊണ്ട് എത്ര മണിക്ക് എത്തുന്നല്ലോ, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വാങ്ങാമല്ലോ. ട്രെയിൻ ഇപ്പോൾ ബർദ്ധമാൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ അരുണ എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ല. വിവേക് എക്സ്പ്രസ്സിനൊക്കെ ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ നിർത്തുമെന്ന് അറിയത്തില്ല. ബർദ്ധമാൻ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് ഈ റൂട്ടിലെ. വെൽക്കം ടു ബർദ്ധമാൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ അരമണിക്കൂറിന് മുകളിലായി വണ്ടി വന്ന് നിർത്തിയിട്ട്. ഇതിനിപ്പോൾ ഇവിടെ നിന്ന് എപ്പോൾ എടുക്കും എങ്ങനെ എടുക്കും ഒന്നും അറിയത്തില്ല. വണ്ടി വീണ്ടും നല്ല ഡിലേ ആയി. ഇവിടെ ഇപ്പം വിവേക് എക്സ്പ്രസ് വരാനുണ്ട്, ദിബ്രുഗഡ്. ബർദ്ധമാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലാണ് വരുന്നത്. ഇവിടെ സിയാൽദയിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലാണ്, 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് വരിക. അതങ്ങനെ അതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഓവർടേക്ക് ചെയ്യും ഇവിടുന്ന്. അതും ഏകദേശം സെയിം റൂട്ടിലേക്ക് തന്നെയുള്ള ട്രെയിൻ തന്നെയാണല്ലോ. അത് വരികയാണ്. ഇവിടെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിൻ കയറിയില്ലേ അരുണ എക്സ്പ്രസ്, അതേ സെയിം ഡേയില് അവിടെ നിന്ന് വിട്ട വണ്ടിയാണ്. ലംഡിങ് സ്റ്റേഷൻ വരെ നമ്മളും ഈ വണ്ടി ഒരേ റൂട്ട് തന്നെയാണ്. അപ്പൊ 2 വണ്ടികളും മുഖാമുഖം. ഇവിടുന്ന് വെള്ളമൊക്കെ ഈ ട്രെയിനിലേക്ക് കയറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന 2 വണ്ടികളാണ്. ഒന്ന് അർണോ എക്സ്പ്രസ്, ഒന്ന് ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. ഇതിൻ്റെ അകത്ത് സ്ലീപ്പറിലൊന്നും തിരക്കില്ല കേട്ടോ. സ്ലീപ്പറിൽ നോർമൽ തിരക്കും, ആ ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളി നമ്മൾ വരുന്നത് തിരുവനന്തപുരത്ത് വരുന്നത് തിരിച്ചാ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഗുവാഹട്ടി. അവിടെ കേരളത്തിലോടാ? കോഴിക്കോടാ? കോഴിക്കോട് നിന്ന് പാലക്കാട് വന്നാ തിരക്കില്ല അല്ലേ? അതെയാ, തിരക്കില്ലേ? നമ്മളെ വണ്ടി എടുത്ത് ശരിയെന്നാല് ഓക്കെ. അപ്പൊ നമ്മളെ വണ്ടി ഇവിടുന്ന് എടുത്തേട്ടാ. ആസാമി ഭാഷയാണിത്, അസാമീസ്. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിന്റെ കീഴിലുള്ള ട്രെയിനാണ്. വിവേക് എക്സ്പ്രസ് ഇപ്പോൾ ഡെയിലി ഉണ്ട്. എന്നാൽ പിന്നെ നമ്മളെ വണ്ടി നേരത്തെ എടുത്തുകൂടായിരുന്നോ? ഇവിടെ ഏകദേശം ഒരു 45 മിനിറ്റിന് മുകളിൽ നിർത്തി. ഞാൻ വിചാരിച്ച ഇത് ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്, പോയില്ല. വിവേകില് താരതമ്യേന തിരക്ക് കുറവാണ്. ഒരു പാരലർ റണ്ണാണല്ലോ. അതിനിടയിലുണ്ടല്ലോ ഞങ്ങൾ രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സ്റ്റേഷൻ കൊടുത്തത് മാൾഡയാണ്. മാൾഡയിൽ നിന്ന് നമുക്ക് ഇവിടെ ബർത്തിൽ കൊണ്ട് തരുമല്ലോ. ഇപ്പം ചെയ്തത് ഒരു അബദ്ധമായോ എന്നൊരു സംശയം. കാരണം ഈ വണ്ടി വീണ്ടും ലേറ്റായി വരികയാണ്. ഈ
അബദ്ധം എന്ന് പറഞ്ഞത് 5 മണിക്കാണ് മാൾഡ ടൗണിൽ വണ്ടി എത്തേണ്ടത്. ഇപ്പൊ നേരത്തെ ബർദ്ധമാനിൽ വണ്ടി എത്തുന്നതിന് മുമ്പ് 3 മണിക്കൂറാണ് ഡിലേ. അവിടെ നിർത്തി ഒരു 3/4 മണിക്കൂർ നിർത്തി വണ്ടി ഇപ്പൊ 3 മണിക്കൂർ 49 മിനിറ്റ് ഡിലേ. അതായത് ഒരു 8:30 ആവും മിക്കവാറും മാൾഡ ടൗണിൽ എത്തുമ്പോൾ തന്നെ. ഇതിപ്പോ നോക്കി ഇങ്ങനെ മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കും. സകലமான സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടാണ് പോകുന്നത്. എപ്പോൾ എത്തും? ഇനിയിപ്പം 8:30 മാക്സിമം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് നല്ല രീതിയിൽ കിട്ടി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും ലേറ്റ് ആയാലോ? 10 മണിവരെ കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ല വേറെ രക്ഷയില്ല, ഈൽന്ന ഭക്ഷണം വാങ്ങി കഴിക്കണ്ട. അല്ല ഈൽന്ന് കഴിക്കൂല. ഞാൻ പറയുന്നത് ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് കൃത്യസമയത്ത് കിട്ടണ്ട. ഇതിങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പം കിട്ടും? വേറെ നല്ല സ്റ്റേഷൻ ഇല്ല അല്ലേ? അതിനിടയ്ക്ക് 2 സ്റ്റേഷൻ വരുന്നുണ്ട്. അവിടെ 2 മിനിറ്റ് മാത്രമല്ലേ നിർത്തുന്ന സ്ഥലം. അല്ല നല്ലൊരു ഫുഡ് മാൾഡേ തന്നെയാണ് ഉള്ളത്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ന്യൂ ജൽപൈഗുരി പോകുന്ന ആ റൂട്ട്, ഗുവാഹത്തി പോകുന്ന റൂട്ടിൽ ഏറ്റവും മെയിൻ ആയിട്ട് 2 സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മാൾഡ ടൗൺ, ന്യൂ ജൽപൈഗുരി ആണ് വലിയ സ്റ്റോപ്പുകൾ. സമയം 5:15. ട്രെയിൻ ഇപ്പോൾ ബോൽപൂർ ശാന്തി നികേതൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 4 മണിക്കൂറാണ് ട്രെയിൻ ഇപ്പോൾ ഡിലേ. ഇവിടുത്തെ 5:15 എന്ന് പറഞ്ഞാൽ നോക്കി ഇരുട്ട് വന്ന ഒരു അവസ്ഥയായി. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 7:30. ബോൽപൂർ ശാന്തി നികേതൻ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതൊരു യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും വൃത്തിയായിട്ടൊരു ട്രെയിനായത്. ഇതിൻ്റെ അവിടെയുള്ള ടോയ്ലറ്റ് വേസ്റ്റുകളില്ലേ, അതൊക്കെ നേരെ ട്രാക്കിലേക്കാണ് വീഴുന്നത്. അതായത് മനുഷ്യ വിസർജ്ജൊക്കെ ഇല്ലേ, അത് നമുക്ക് നേരിട്ട് പോകുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ നോർമലി ആയിട്ട് വൃത്തിയാക്കേണ്ടതാണല്ലോ. കൂടുതലും ട്രെയിനിൽ ബയോ ടോയ്ലറ്റാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ മിക്ക കോച്ചുകളിലും ബയോ ടോയ്ലറ്റ് ഇല്ല, എല്ലാം പുറത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ബാക്കി പറയുന്ന സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു, ബർത്തിലേക്ക് തന്നെ വന്നു. പിന്നെ ഇനി ഈ ഒരു ബയോ ടോയ്ലറ്റ് എന്താണെന്ന് പറയാം. നമ്മുടെ പണ്ടത്തെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ മുഴുവനും നോർമൽ നമ്മൾ ടോയ്ലറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നേരെ ട്രാക്കിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എല്ലാ ട്രെയിനുകൾക്കും ബയോ ടോയ്ലറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് അതിൽ നിന്ന് തന്നെ നിർവീര്യമൊക്കെ ആക്കും. അതിൻ്റെ കാര്യത്തിലേക്ക് അധികം വരുന്നില്ല. ഈ ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് കോച്ചുകൾക്ക് ഈ ഒരു ബയോ ടോയ്ലറ്റ് ഇല്ല. അത് നേരെ പോകുന്നത്, നമ്മൾ അതിൻ്റെ വേസ്റ്റ് നേരെ പോകുന്നത് ട്രാക്കിലേക്കാണ്. അതെന്താ പറയുക ഞാൻ കാണിക്കാത്തത്? ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണ്. ആ സമയത്ത് അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവുന്ന അറിയാലോ. അതുകൊണ്ടാണത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ ട്രെയിനിൽ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആരെങ്കിലും വന്ന് കയറി കൂട്ടിക്കോ, അവർ അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് അവർ രാജ്യത്തിലൊരു എന്തെങ്കിലും മാസികയോ അല്ലെങ്കിൽ വ്ളോഗ് തന്നെ കൂട്ടാം, അതിലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു ജസ്റ്റ് ഒരു വരി പറയുന്നു, ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെയാണ്, പഴയ കാലത്തെ സെറ്റപ്പാണ്, നമ്മുടെ ഫുഡ്, നമ്മുടെ ഈ മനുഷ്യൻ്റെ വിസർജ്ജയൊക്കെ നേരെ ട്രാക്കിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം നാണക്കേടായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്. ഞങ്ങൾ യാത്ര ചെയ്ത ട്രെയിനിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ അർണോ എക്സ്പ്രസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ ആ കാഴ്ച കണ്ടത്. മനു പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇപ്പോഴും നേരത്തെ ട്രാക്കിലേക്കാണ് പോകുന്നത്. അതുമാത്രമല്ല അതിങ്ങനെ നിറഞ്ഞിട്ട് ആ സൈഡിലേക്കൂടെ മൊത്തം ഒഴുകുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ദുർഗന്ധ വണ്ടി എന്ന് പറയില്ലേ, ശരിയാണ്. നമ്മുടെ കേരളത്തിൽ തിരിച്ചറിഞ്ഞ് നേരെ കേരളത്തിലേക്കാണ് ഈ ട്രെയിൻ വരുമ്പോൾ നമുക്ക് സ്റ്റേഷനെത്തുമ്പോൾ വളരെ നാറ്റുണ്ടാവും. അത് ഈ കാരണം കൊണ്ട് തന്നെയാണ്, വളരെ മോശം തന്നെയാണ്. പിന്നെ പലപ്പോഴും ഉണ്ട് ഞങ്ങളിങ്ങനെ ലോങ് യാത്രയുടെ കാര്യം പറയുമ്പോഴല്ലോ പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടും, ഏറ്റവും മോശപ്പെട്ട ട്രെയിൻ മംഗള ലക്ഷദ്വീപിനെ കുറിച്ച് അറിയണം. അങ്ങനെ മംഗളനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ അത് പറയണമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ മംഗളയ്ക്ക് ഭയങ്കര ബെറ്ററാണ്. ഒരു അത്രമാത്രം ഒന്നും മോശമൊന്നുമല്ല മംഗളയൊന്നും. കാരണം ഡിലേൻ്റെ കാര്യമായാലും വൃത്തിൻ്റെ കാര്യത്തിലും. കാരണം അത് പറയാൻ കാരണം കമന്റ് ഇങ്ങനെയാണ് വരുന്നത്, എന്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, മംഗളനെ കുറിച്ചിട്ട് ഡിലേനെ കുറിച്ചിട്ട് അതിലത്തെ വൃത്തിനെ കുറിച്ചിട്ടൊക്കെയാണ്. പക്ഷെ മംഗളൊക്കെ വളരെ ബെറ്ററാണ്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ മറ്റു ട്രെയിനിൽ കയറാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. വിവേക എക്സ്പ്രസ് ആയാലും അർണോ എക്സ്പ്രസ് ആയാലും ആലപ്പുഴ ധൻബാദ് ഗോരഖ്പൂർ രപ്തിസാഗർ ഇതൊക്കെയാണ് ഈ കേരളത്തിൽ ഓടുന്ന ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം, വൃത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം വണ്ടികൾ ഇതൊക്കെയാണ്. ട്രെയിൻ ഇപ്പോൾ റാംപൂർ ഹട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വന്നത്. ബീഹാറിലെ ബാഗൽപൂരിൽ നിന്നും ഹൗഡയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഇവിടെ വന്നിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ വാഷ് ഏരിയൻ്റെ അടുത്തൊക്കെ അല്ലേ വൃത്തി, നമുക്കിനി ജസ്റ്റ് ഒന്ന് കാണണ്ടേ. ഇത്രയും കിലോമീറ്റർ ഓടി വന്നതല്ലേ,
ഇവിടുത്തെ എല്ലാം വൃത്തി ഓക്കെയാണ് കേട്ടോ. വാഷ് ഏരിയൻ്റെ ഇവിടുത്തെ ആയാലും എല്ലാം പക്കയാണ്. ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല. അവർ ബ്ലോക്ക് ആയപ്പോൾ തന്നെ അത് റെഡി ആക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ചനയാക്കി വെക്കുന്നുണ്ട്. പിന്നെ പാൻട്രിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അത് വേറെ കാര്യം. ബ്രെഡ് ഓംലേറ്റ്, ബ്രെഡ് കട്ട്ലേറ്റ്, അങ്ങനെ പലതും നമുക്ക് വാങ്ങിച്ച് നിങ്ങളെ ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കാം. സെക്കൻഡ് എ സിയിൽ ഈ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പ്രൈവസി ആയാൽ നമ്മൾ പോകുന്നൊന്നും കാണൂല. 10 രൂപ തോന്നുന്നല്ലേ, ഇനി 10-20 രൂപ ഉണ്ടാവും എന്തായാലും. അത്രേ ഉണ്ടാവുള്ളൂ. গরম গরম মুলিয়া ভাই ভাই মশলা জানা ട്രെയിൻ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ മാറി ജാർഖണ്ഡിലേക്ക് കയറിയിരിക്കുകയാണ്. പാക്കൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 7:10 സമയം. ജാർഖണ്ഡിൽ ഈ ഒരു ട്രെയിന് ഇവിടെ മാത്രമേ സ്റ്റോപ്പുള്ളൂ. പാക്കൂടിൽ നമ്മളെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ അരണോ എക്സ്പ്രസ് ആകെ 8 സംസ്ഥാനങ്ങൾ വഴിയാണ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ആസാം. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ജാർഖണ്ഡിലെത്തി, വീണ്ടും നമ്മൾ ബംഗാളിലേക്ക് കയറുന്നുണ്ട്, മാൾഡ ടൗൺ. വീണ്ടും നമ്മൾ ബീഹാർ കിഷൻഗഞ്ചിലേക്ക് കയറുന്നുണ്ട്, വീണ്ടും ബംഗാളിലേക്ക്. ഇങ്ങനെ ബംഗാൾ മാറി മാറി നമ്മൾ കയറും, കാരണം ആ സ്റ്റേറ്റിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ആസാം. വെസ്റ്റ് ബംഗാളിലേക്ക് നമ്മൾ വീണ്ടും കയറി. ഇത് ഫറാക്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗംഗാ നദിയുടെ തൊട്ട് മുകളിലൂടെ ഇതാ നമ്മൾ സഞ്ചരിക്കുകയാണ്. റോഡും റെയിൽ ട്രാക്കും ഒരേപോലെ തന്നെയാണ്. ഗംഗാ നദി അടിപൊളിയല്ലേ യാത്ര? ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ വൈകുന്നേരം 4 മണി സമയത്ത് പോകേണ്ട ട്രെയിനാണ്. ലോറികളാണ് കൂടുതലും. ഒരു ബസ്സൊക്കെ പോകണോ? സമയം 8:40. മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അവിടെ അമൃത് ഭാരത് എക്സ്പ്രസ് ഉണ്ട്. SMVT ബംഗളൂരിലേക്ക് ഇവിടുന്ന് ഒരു അമൃത് ഭാരത് ഉണ്ട്, അതന്നെ ആവാനാ ചാൻസ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടും, ഓർഡർ ചെയ്ത് ഇവിടുന്നാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ട്, അതുപോലെ കയറാനും ഉണ്ട്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ ഇതാ ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. പിന്നെ 2 വിവേക് എക്സ്പ്രസിനൊക്കെ ഉണ്ട്. ഇത് കന്യാകുമാരി സ്ലീപ്പറിലൊന്നും തിരക്കുകയില്ല ഇതിൻ്റെ. വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 7 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതിന് തന്നെ ഇംഗ്ലീഷ് ബസാർ എന്ന പേരിലും ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നവീൻ 2 കുപ്പി വെള്ളവും കൂടെ വാങ്ങിക്കാൻ അതാ അവിടത്തേക്ക് പോയിരിക്കുകയാണ്. വിവേകിൽ കയറേണ്ട ആൾക്കാരുടെ തിരക്ക് ഇവിടെ നമുക്ക് കാണാം. 2 കുപ്പി വെള്ളം കൂടെ വാങ്ങിച്ച്. മാൾഡയിൽ നല്ല തിരക്കാണ് കേട്ടോ, കാരണം ഒരേ സമയത്ത് തന്നെ ഒരുപാട് ട്രെയിനുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫുഡും കൂടെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. ഇവിടെയൊക്കെ ഫുഡ് കിട്ടും കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ ഇവിടുന്ന് ചപ്പാത്തിയും വെജ് പുലാവൊക്കെ കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഇതാണ്. ആദ്യം തന്നെ കാണിക്കാം. ഇതൊരു വെജ് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത്. അത് അവിടെ നിൽക്കട്ടെ. അതിന് പുറമെ തന്നെ തന്തൂരി റൊട്ടി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ നാനാ എന്താണ് വാങ്ങിച്ചത് വേറെ നവി? ബട്ടർ റൊട്ടി. ബട്ടർ റൊട്ടി, ബട്ടർ നാനല്ല, ബട്ടർ റൊട്ടി. അപ്പോൾ ഇതാ
പിന്നെ അതിന്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ റൊട്ടിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി ഒന്നും ഗ്രേവി ഒന്നും വാങ്ങില്ല. അത് വേറൊന്നും കൊണ്ടല്ല, മസാല അല്ലേ? ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട്. കാരണം തീർച്ചയായിട്ടും. പിന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവര് പാക്കിങ് അടിപൊളിയാണല്ലേ? കുഴപ്പമില്ല, നല്ല രീതി. ഞാനുണ്ടല്ല, ഇത് കുറെ നേരം ഒരുപാട് ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സൊമാറ്റോ ആയാലും എല്ലായാലും. അപ്പൊ എല്ലാം പെട്ടെന്ന് കിട്ടി, കുഴപ്പമില്ല. ബട്ടർ റൊട്ടി ഉണ്ട്, തന്തൂരി റൊട്ടി ഉണ്ട്, പിന്നെ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ ഉള്ളിയുണ്ട്, ഒരു ചെറിയൊരു കക്കിരിക്കുണ്ട്. ഇതാണ് രാത്രിക്കത്തെ ഭക്ഷണം. ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കാം. എരിവില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം യാത്രയിൽ വാങ്ങിക്കുന്ന ഭക്ഷണത്തിന് എരിവുണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരിക്കല് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഗുജറാത്ത് അയ്യോ, അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല റൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ ബട്ടറോട്ടീൻ്റെ ഇതിൻ്റെ ഒന്നും പിന്നെ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ കണ്ട ആ ഒരു തിരക്കൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ ഈ ട്രെയിനിലത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബർദ്ധമാൻ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ, കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്, അതിവിടെ വന്ന് ഇവിടുന്ന് നമ്മളെ വണ്ടീനെ ഓവർടേക്ക് ചെയ്തും പോയി. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ടോട്ടലി 2 വിവേക് എക്സ്പ്രസിനെ കണ്ടു. നമ്മളെ വണ്ടി ഇപ്പം 4.5 മണിക്കൂറാണ് ഡിലേ. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബംഗാൾ നേരെ ബീഹാറിലേക്ക് കയറും. 147 കിലോമീറ്റർ പോകാനുണ്ട് കിഷൻഗഞ്ച്. ഏകദേശം ഒരു 12 മണിയാവും എന്തായാലും. ഇപ്പം നമ്മുടെ ആപ്പിൽ കാണിക്കുന്നത് 11:50. തിരുവനന്തപുരത്ത് നിന്നും 2893 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ട്രെയിൻ മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. 9:30 ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തത് ബീഹാറിലെ കിഷൻഗഞ്ച്. 147 കിലോമീറ്റർ ഉണ്ട് സഞ്ചരിക്കാൻ. നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടി നമ്മുടെ ബെർത്തിൻ്റെ ഇവിടെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡ് അപ്പറിൻ്റെ ഇവിടെ ഞാനിപ്പോൾ കിടക്കും. ഈ സൈഡ് അപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ സെക്കൻഡ് എ സിയിൽ ഈ കാണുന്ന വെൻറ്റില്ലേ, അത് വലിയൊരു പ്രശ്നമാണ്. നല്ല തണുപ്പാണ്. ഇത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും വേണമായിരുന്നു. കാരണം കറക്റ്റ് മുഖത്തേക്കാണ് ഈ ഒരു AC വെൻറ്റിൻ്റെ ഇത് കറക്റ്റായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഒഡീഷയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഒഡീഷയിലൂടെയും യാത്ര ചെയ്തു, വെസ്റ്റ് ബംഗാളിലൂടെയും യാത്ര ചെയ്തു. ഇനിയിപ്പം അടുത്ത ദിവസം മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആസാമിൽ എത്തിയതിനു ശേഷമുള്ള യാത്രയാണ്, അതായത് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ട്രെയിനിലത്തെ 3-ാമത്തെ ദിവസമാണ്, 3-ാമത്തെ രാത്രിയാണ്. നാളെ 4-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് കയറുന്നത് ന്യൂ ജൽപൈഗുരിക്ക് കഴിഞ്ഞ ശേഷം രാത്രിക്ക് ആസാമിലേക്ക് കയറും. മിക്കവാറും ഈ ട്രെയിൻ ഇപ്പോൾ 4.5 മണിക്കൂർ ഡേ ആണ്. മിക്കവാറും ഗുവാഹട്ടിക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന തോന്നുന്നു. നമുക്ക് 6 മണിയാകുമ്പോൾ തന്നെ എണീക്കാം. കാരണം എന്താ പറയുക, നേരത്തെ തന്നെ ഇവിടെ എന്താ പറയുക നേരം വെളുക്കുമല്ലോ. അതെ അതെ. അപ്പം എന്താ പറയുക, അരുണ എക്സ്പ്രസിന്റെ 2-ാമത്തെ ഭാഗം എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു മനസ്സിലൂടെ ബൈ ബൈ.